ഇതിപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതെന്താപ്പാ ഇവൾ ഇത്രയും ചിരിച്ചിട്ട് വരുന്നതെന്ന്. വേറൊന്നുമല്ല, ഞാൻ പറഞ്ഞില്ല ഇവിടെ പണിയുണ്ടെന്ന്. അപ്പോൾ അവിടുത്തെ രണ്ട് ചേട്ടന്മാരുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ ഈ ട്രൈപ്പോഡൊക്കെ വെക്കുന്നത് കണ്ടിട്ട് അതൊക്കെ എന്താണെന്ന് എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്, യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്, അപ്പോൾ ഒത്തിരി പൈസ ഒക്കെ കിട്ടാമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നേ. അപ്പോൾ ചേട്ടൻ്റെ കാലിങ്ങനെ മുറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ എന്തൊക്കെയാണ് ഇങ്ങനെ സംഭവം എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് ഞാൻ പറയാം. ഇന്നലെ ഞാനിങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നൊരു ഡീപ്പ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം ഏരിയ ഒക്കെ ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നേ. നിങ്ങൾക്കറിയാമല്ലോ എനിക്ക് ക്ലീനിങ് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. വേറെ എന്ത് ചെയ്യാൻ എനിക്ക് മടിയായിരിക്കും, പക്ഷേ ക്ലീൻ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വെറുതെ ഇരിക്കുന്നതിൽ എനിക്ക് കൂടുതൽ ഇഷ്ടം ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക, എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ പറ്റുന്ന പോലെയൊക്കെ ചെയ്യണം. അപ്പം ഇവിടെ വന്നപ്പോഴത്തേക്ക് വീട് അത്യാവശ്യം നല്ല ക്ലീൻ ചെയ്തിട്ടിരിക്കുകയായിരുന്നേ. അപ്പോൾ ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് വീടിൻ്റെ അവസ്ഥ നല്ലോണം മാറി. ഇങ്ങനെ പൊടിയൊക്കെ പിടിച്ച് അത്യാവശ്യം വൃത്തികേടെ അറിയാമല്ലോ, ചെറിയ പിള്ളേരുള്ളയിടത്തൊക്കെ അങ്ങനെയാണ്. അപ്പം കുറേയൊക്കെ ഞാൻ ഇങ്ങനെ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടു നടക്കാൻ നോക്കാറുണ്ട്. പക്ഷേ എന്നാലും കുറച്ചധികമൊക്കെ ആയിട്ട് ഇങ്ങനെ നമ്മൾ കാണാത്ത ഏരിയ ഒക്കെ ഉണ്ടാവുമല്ലോ, പൊടിയൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ടാകുന്ന സ്ഥലങ്ങൾ. അപ്പം അതുപോലത്തെ കുറച്ച് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഇന്നലെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ഏരിയ ഒക്കെ മൊത്തമായിട്ടൊന്ന് ക്ലീൻ ചെയ്യണമെന്ന്. കുറച്ച് ഏരിയ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ട് തൂത്ത് പൊടിയെല്ലാം കളഞ്ഞ് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെക്കണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഒരു ഏരിയയാണ് ഈ പ്രെയർ ആൻഡ് TV യൂണിറ്റിൻ്റെ ഏരിയ. അപ്പോൾ അതിൻ്റെ മുകളിലൊക്കെ ആണെങ്കിലും നമ്മുടെ ഫോട്ടോയിലൊക്കെ ആണെങ്കിലും നന്നായിട്ട് പൊടിയൊക്കെ പിടിച്ചിട്ടുണ്ടാവും. അപ്പം മമ്മിക്കൊന്നും ഇതിൻ്റെ മുകളിലും കയറിയിട്ട് ക്ലീൻ ചെയ്യാൻ ഇത്തിരി പാടല്ലേ. അപ്പോൾ ഞാനുള്ളപ്പോഴും അല്ലെങ്കിൽ വേറെ ചേച്ചി അനിയത്തിയൊക്കെ ഉണ്ടാകുമ്പോഴൊക്കെ അവരൊക്കെ ആയിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്യും. അപ്പോൾ ഞാനുള്ളപ്പോൾ ഞാനാണ് മെയിനായിട്ടും ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു ഏരിയ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വെച്ചു. കാരണം ഇതിൻ്റെ മുകളിലൊക്കെ കയറി ഇരുന്നിട്ട് വേണം ഒക്കെ നന്നായി തുടച്ച് മാറ്റാനൊക്കെ ആയിട്ട്. മമ്മിക്ക് അങ്ങനെ കയറാനൊക്കെ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഞാൻ ഇന്നലെ തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ആ ഏരിയയൊക്കെ ഒന്ന് അത്യാവശ്യം നന്നായിട്ട് ക്ലീൻ ചെയ്യണമെന്ന്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് പരിപാടി വാഷിംഗ് മെഷീനിൽ തുണിയൊക്കെ ഇട്ട ശേഷം ഞാൻ ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പ്രതീക്ഷിച്ചതിന് അപ്പുറത്തെ പൊടി ഉണ്ടായിരുന്നു കേട്ടോ. ഈ പൊടിയൊക്കെ ഇത് എവിടെ നിന്നാണ് വരുന്നത് നമുക്ക് പിടി കിട്ടില്ല. നമ്മൾ അത്ര ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞാലും പിന്നെയും ചില സ്ഥലത്തൊക്കെ ഇങ്ങനെ പൊടി കാണുമല്ലോ, അതുപോലെയായിരുന്നു ഇവിടെ. നല്ല പൊടി ഉണ്ടായിരുന്നു. ആ വൈറ്റ് ആയതുകൊണ്ട് നന്നായിട്ട് നമുക്ക് മനസ്സിലാവുമായിരുന്നു ആ പൊടി. പിന്നെ അതുപോലെ TV-യിലൊക്കെ നല്ല പൊടി ഉണ്ടാവും. അതെപ്പോഴും തൂത്ത് കളയും TV-യിലെ പൊടിയൊക്കെ. പക്ഷെ എന്നാലും ഉണ്ടാവും നല്ല പൊടി. അതെങ്ങനെയാണ് വരുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല. എവിടെയാണേലും അതെ, അവിടുത്തെ വീട്ടിലാണേലും അതിങ്ങനെ പൊടി ഇങ്ങനെ വരും. നമുക്ക് കാണാത്ത സൈസ് പൊടി ഉണ്ടല്ലോ, നമ്മളിങ്ങനെ ലൈറ്റൊക്കെ ഇങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ കാണില്ല ഇങ്ങനെ പൊടി ഇങ്ങനെ പറക്കുന്ന ആ പൊടിയായിരിക്കും. അങ്ങനെ കുറേ പൊടി ഉണ്ടാവില്ല നമ്മൾ കാണാത്ത. അപ്പോൾ അവിടെ അത്യാവശ്യം നല്ല ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. ഇപ്പോൾ വൈറ്റ് ആയതുകൊണ്ട് ഇങ്ങനെ വേഗം ചെളിയൊക്കെ കാണുമല്ലോ. അപ്പോൾ നമ്മുടെ അതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയാം, ജിഫോ അങ്ങനെ എന്തോ ഒരു ലോഷൻ പോലത്തെ ആ വൈറ്റ് നല്ലൊരു സാധനമാണ്. അപ്പോൾ അത് വെച്ച് ഇങ്ങനെ തുടച്ച് കൊടുക്കുകയാണ്, നല്ല ക്ലീനായിട്ട് കിട്ടും. എൻ്റെ കുഞ്ഞി ഹെൽപ്പേഴ്സിനെ കണ്ടോ, 2 ആളുണ്ട് കേട്ടോ എൻ്റെ പുറകെ. ഞാൻ എന്താ ചെയ്യുന്നത് നോക്കിയിട്ട് നടക്കുക. അപ്പോൾ അവർക്കും കൂടാലോ. എന്തെങ്കിലും എടുക്കുമ്പോഴത്തേക്കും 2 പേരും കൂടെ വരും. ഇപ്പോൾ ചേട്ടൻ എടുക്കുന്ന കണ്ടാൽ അനിയത്തി ഉടനെ എത്തും. അപ്പോൾ ഞാൻ അതിങ്ങ് എടുത്തിട്ട് ക്ലീൻ ചെയ്യുന്ന കണ്ടപ്പോൾ അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇസുക്കുട്ടി ഇങ്ങനെ നോക്കുക. തുറന്ന് തരാൻ പറയുന്നുണ്ട്. തുറന്ന് താ മമ്മ എന്ന് പറയുന്നുണ്ട്. പക്ഷേ തുറന്ന് കൊടുത്താൽ അവിടെ എല്ലാം ആക്കുകയും ചെയ്യും. അവൾ ചിലപ്പോൾ അതെടുത്ത് കുടിക്കുകയും ചെയ്യും. അപ്പോൾ അത് ഞാൻ തുറന്ന് കൊടുക്കാത്തതുകൊണ്ട് ലൂക്ക എന്നെ വന്ന് തല്ലുകയാണ് അത് ഓപ്പൺ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് വാവയ്ക്ക്. അപ്പോൾ ചേട്ടൻ വന്ന് എന്നെ അടിക്കുക അത് ഓപ്പൺ ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ അവിടുന്ന് ഒരു സ്ക്രൂ കണ്ട് താഴെ വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുക്കാൻ വേണ്ടി ഇസ വന്നപ്പോഴത്തേക്കും അത് ഞാൻ എടുത്ത് ഒളിപ്പിച്ച് വെച്ചു. അപ്പം അതിന് അടുത്ത വഴക്ക്. അങ്ങനെ ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ വേണം ഇതെല്ലാം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബാക്കി എല്ലാവരും എന്തെന്ന് ചോദിച്ചാൽ മമ്മി അടുക്കളയിൽ പണിയാണ്. അറിയാമല്ലോ, ഇവിടെ വന്നു കഴിഞ്ഞാൽ കുക്കിംഗ് ഒന്നും ഞാൻ ചെയ്യാറില്ല, അല്ല മമ്മിയെ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ക്ലീനിങ് പരിപാടിയും പിള്ളേരെ നോക്കുന്നത് മാത്രമുള്ള എൻ്റെ പരിപാടി. അപ്പം മമ്മി അടുക്കളയിൽ മെയിൻ കാര്യമെല്ലാം നോക്കും. പപ്പ വർക്ക് അങ്ങനെ പോയിട്ടുണ്ടാവും. അങ്ങനെ അപ്പോൾ എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേക്കും പിള്ളേർ പുറകെ ഉണ്ടാവുമല്ലോ. അങ്ങനെ അതാട്ടോ നിങ്ങളെപ്പോഴും കാണുന്നത്. എന്താ ആരുമില്ലേ അങ്ങനെ വിചാരിക്കണ്ട. ക്ലീനിങ് ഒക്കെ എൻ്റെ മേഖലയാണ്. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്കും കുക്കിങ്ങും മമ്മി ചെയ്യും. പിന്നെ പിള്ളേരെൻ്റെ പുറകെ ഇങ്ങനെ നടക്കുമല്ലോ. ഈ വീട് വെച്ചിട്ട് ഇപ്പോൾ 7 വർഷമായേ. അപ്പോൾ അന്ന് തൊട്ടേ വാങ്ങിച്ചിട്ടുള്ള സാധനമൊക്കെ ആട്ടോ ഈ ഫോട്ടോസും കാര്യങ്ങളൊക്കെ. TV 2 വട്ടം കണ്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഒരു വട്ടം അതിനെന്തോ സ്ക്രീൻ എന്തോ തകരാറായിട്ട് പിന്നെ മാറ്റി വേറെ വാങ്ങിച്ചു. എന്നിട്ട് പിന്നെ പുതിയത് വാങ്ങിയിട്ട് കുറച്ചായിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് നിൽക്കുന്ന എന്തോ ശരിയില്ല, ഇതിങ്ങനെ താന്ന് നിൽക്കുന്നു പറഞ്ഞിട്ട്
അപ്പോൾ അതൊന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട് കുഴപ്പമില്ലായിരുന്നു ടി വിക്ക്. അത് ശരിയാക്കാൻ വേണ്ടിയിട്ട് അതിനെ പിടിച്ച് പൊക്കങ്ങാണ്ട് ചെയ്തപ്പോഴത്തേക്ക് അതിൻ്റെ സ്ക്രീനിൽ ഇങ്ങനെ കുറച്ചധികം നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്ക്രീൻ പോകുമല്ലോ. അങ്ങനെ സ്ക്രീൻ പോയി. ഞാൻ അപ്പോഴേ പറഞ്ഞു അങ്ങനെ പ്രസ് ചെയ്യരുതെന്ന്. പ്രസ് ചെയ്ത് കഴിഞ്ഞ് അതെല്ലാം സെറ്റാക്കി വെച്ച് കഴിഞ്ഞിട്ട് ടി വി ഓൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്താ ഇങ്ങനെ മാർക്ക് വീണ് ടി വിയിൽ. അപ്പോൾ ഞാൻ ആ ടി വി അടിച്ചു പോയി. അങ്ങനെ 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ടി വിയുടെ കാര്യത്തിനൊരു തീരുമാനമായി. അങ്ങനെ പിന്നെ പുതിയ ടി വി വാങ്ങിക്കേണ്ടി വന്നു. ഇങ്ങനത്തെ ടി വി ആയതുകൊണ്ട് പെട്ടെന്ന് കേടാവുകയും ചെയ്യും. നന്നാക്കാൻ നല്ല പൈസയല്ലേ. പണ്ടത്തെ ടി വി ഉണ്ടല്ലോ, നമ്മുടെ ചെറിയ ടി വി, അതിനൊരു കുഴപ്പമുണ്ടാവില്ലല്ലോ. വീട്ടിലുണ്ടായിരുന്നേ അങ്ങനത്തെ ടി വി, ജോയിൻ്റെ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അത് മാറ്റിയതേ ഉള്ളൂ. നല്ല ടി വി അത്, സൈസൊക്കെ കുറവാന്നേ ഉള്ളൂ, പക്ഷെ നല്ല ക്ലാരിറ്റിയും എന്ത് പറ്റിയാലും കേടാവില്ല. എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ 2 തട്ട് കൊടുത്താൽ നേരെയാവും. ഇപ്പോഴത്തെ ടി വി എല്ലാം എന്താ വലിപ്പമൊക്കെ ഉണ്ട്, കാണാൻ രസമൊക്കെ ഉണ്ട്, പക്ഷേ പെട്ടെന്ന് കേടാവുകയും ചെയ്യും, നന്നാക്കാൻ നല്ല പൈസയാവുകയും ചെയ്യും. അങ്ങനത്തെ ഇപ്പോഴത്തെ എല്ലാവർക്കും ഈ ടി വി ആണല്ലോ. അപ്പോൾ അങ്ങനെ ടി വിയുടെ കഥ അങ്ങനെ എത്തി. ഇത് നല്ലൊരു ഫോട്ടോ അല്ലല്ലോ, നല്ലൊരു സ്റ്റാച്ചു ആണ്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതെൻ്റെ ചേച്ചീൻ്റെ ഓഫീസിലുണ്ടായിരുന്ന അവിടെ നിന്ന് എടുത്തിട്ട് കൊണ്ടുവന്നതാണ്. നല്ലൊരു സ്റ്റാച്ചു ആണ് ഇത്. ഇങ്ങനത്തെ സ്റ്റാച്ചുവിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ അതിൻ്റെ ചെറിയ ഗ്യാപ്പൊക്കെ ഉണ്ടാവില്ല, അവിടെ എല്ലാം നല്ല പൊടി ഉണ്ടാവും. പക്ഷെ അത് നല്ല ഡീപ്പായിട്ട് ക്ലീൻ ചെയ്തില്ലെങ്കിൽ അത് പോവില്ല. എനിക്ക് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ടും ഞാൻ ജസ്റ്റ് തുടച്ചുകൂടെ ചെയ്തത്. അതിൻ്റെ ഇടയിലൊക്കെ നല്ല പൊടി ഉണ്ടാകും. നമ്മൾ ബ്രഷൊക്കെ എടുത്തിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കണം, എന്നാലേ ശരിയാവുള്ളൂ. ഇതിപ്പോൾ നമ്മളെ ടി വി യൂണിറ്റിൻ്റെ അവിടെയൊക്കെ എപ്പോഴും പൊടി ഉണ്ടാവും. ഞാൻ ഇടയ്ക്കെല്ലാം തൂത്ത് കൊടുക്കുകയാണ്. അങ്ങനെ തൂത്ത് കൊടുത്തിട്ട് ഉണ്ടല്ലോ, മറ്റേ അതിനെന്താ ഇങ്ങനെ, അതിൻ്റെ പേര് ഞാൻ മറന്നു, റിസീവറോ, ആ സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുമ്പോഴത്തേക്കും സിഗ്നൽ പോകാൻ കണ്ട് ചെയ്തു. അപ്പോൾ കഴിഞ്ഞ തവണ ഞാനിങ്ങനെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ സിഗ്നൽ പോയി, ടി വി ഓൺ ആവുന്നുണ്ട്, ഒന്നും കാണുന്നില്ല. പിന്നെ ഞാൻ നനഞ്ഞ ഇച്ചിരി എന്തോ തുണി വെച്ച് തുടക്കുകയും ചെയ്തു. എന്തോ കേടായിപ്പോയി. പിന്നെ നന്നാക്കാൻ ആൾ വന്ന് അങ്ങനെ സെറ്റാക്കി. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുമായിരുന്നു. അതങ്ങനെ എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ പിന്നെ ആളെ വിളിച്ച് വരുത്തണ്ടേ. ഇത് റിമോട്ട് വയ്ക്കുന്ന സ്റ്റാൻഡൊന്നും അല്ല കേട്ടോ. എൻ്റെ ചേച്ചീൻ്റെ ഓഫീസിൽ അവിടെ എന്തോ ഇങ്ങനെ ഗിഫ്റ്റ് പോലെ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ചേച്ചി 2-3 ഇങ്ങ് കൊണ്ടുവന്നു. അപ്പം അത് എന്താ പറയുക, ഇങ്ങനെ കലണ്ടർ വെക്കുന്നത് അങ്ങനത്തെ ഒക്കെ ആയിട്ട്, പെൻ ഹോൾഡറൊക്കെ ആയിട്ട്. അപ്പോൾ ഇവിടെ അങ്ങനെ വെക്കേണ്ട ഒരു സിറ്റുവേഷൻ ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ ഞാനത് എന്ത് ചെയ്ത് അതിനിപ്പോൾ ടി വി റിമോട്ട് വെക്കുന്ന ഹോൾഡറാക്കി വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ടല്ലേ, ചെറിയൊരു ക്ലോക്കൊക്കെ ഉണ്ട് അതിനകത്ത്. ഇതിപ്പോൾ ഞാൻ രാവിലെ കഴിഞ്ഞ് ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് പാടുള്ള കാര്യങ്ങളാണ് കേട്ടോ ഇപ്പോൾ കാണുന്നത്. അപ്പം പിള്ളേർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ആക്കിയില്ല. ഞങ്ങൾക്ക് കപ്പയൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു മമ്മി. അപ്പോൾ പിള്ളേർക്ക് എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ആക്കണം. ഇസു കപ്പയൊക്കെ കഴിക്കും കേട്ടോ, പക്ഷേ ലൂക്ക് അതൊന്നും കഴിക്കില്ല. അപ്പോൾ ലൂക്കിന് ഞാൻ പറഞ്ഞു പാൻ കേക്ക് ഉണ്ടാക്കാമെന്ന്. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സംഗതിയാണല്ലോ പാൻ കേക്ക്. അപ്പോൾ അവനത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം പാൻ കേക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാമല്ലോ. ഇപ്പോൾ ഞാൻ ഉണ്ടാക്കിയപ്പം ചെറിയ പ്രശ്നം എന്താ പറ്റിയെന്ന് വെച്ചാൽ അതിൻ്റെ തിക്നെസ് ഉണ്ടല്ലോ, ദോശമാവ് പോലെ ഒരു ക്വാണ്ടിറ്റിയും പോട്ടല്ലോ, ആ ഒരു ലൂസിൽ വേണമല്ലോ മാവാക്കാൻ വേണ്ടിയിട്ട്, ബാറ്ററാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ആ ഒരു തിക്നെസ്സിനെക്കാളും കുറച്ചധികമായിപ്പോയി ആക്കിയപ്പോഴത്തേക്കും. ഞാൻ ഈ പണ്ടൊന്നും ഞാനിങ്ങനെ പാലൊന്നും ഒഴിക്കില്ലായിരുന്നു, മൈദയൊന്നും ആട്ടയോ ഒന്നും യൂസ് ചെയ്യില്ലായിരുന്നേ. മുട്ടയും ഒരു ബനാനയും മാത്രം, അങ്ങനെ ഞാനെപ്പോഴും ആക്കി കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ ഞാനതിലേക്ക് ആട്ടപ്പൊടി, മൈദ ഇടില്ല, ആട്ടപ്പൊടി മിക്സ് ചെയ്ത് കുറച്ച് പാലും ഒഴിക്കും. ഇപ്പം ഞാനങ്ങനെ ആക്കി കൊടുക്കുക, നല്ല ടേസ്റ്റാണ്. അപ്പോൾ അവനത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനങ്ങനെ ആക്കി കൊടുത്തിട്ട് അങ്ങനെ ആക്കിയപ്പോഴത്തേക്കും അതിന് ബാറ്റർ അത്ര ലൂസായില്ല. ഞാൻ വിചാരിച്ച് ലൂസായി കാണുമായിരിക്കുന്നു. അതുകൊണ്ട് ഫസ്റ്റ് ഉണ്ടാക്കിയ പാൻ കേക്ക് അത്ര സെറ്റായില്ല. അതിനൊരു പറ്റിയൊരു കളർ വന്നില്ല, ഒരുമാതിരി വൈറ്റായിപ്പോയി. അതുകൊണ്ട് ഞാൻ രണ്ടാമതാക്കിയപ്പോഴത്തേക്കും അവന് ചോക്ലേറ്റിൻ്റെ പൗഡർ ഉണ്ടല്ലോ, അത് ഇഷ്ടമാണ്. അത് ഞാൻ ഇച്ചിരി ഇട്ട് കൊടുത്തു. അത് മറ്റേ ഷുഗറൊക്കെ ഉള്ളതല്ല കേട്ടോ, ജാഗരിയൊക്കെ ഉള്ളൊരു ചോക്ലേറ്റ് പൗഡറുണ്ട്. അത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. വേണമെങ്കിൽ ഞാൻ ലിങ്ക് കൊടുക്കാം കേട്ടോ, ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതിയേ. അങ്ങനെയാണെങ്കിൽ ഞാൻ ലിങ്ക് ഇട്ടേക്കാവേ. അപ്പോഴത്തേക്കും ഇസു അന്വേഷിച്ചു വന്നു, അവൾ എൻ്റെ ഒക്കത്തിരിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ അവളെ എടുത്തിട്ട് വേണം ബാക്കി ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ആ ചോക്ലേറ്റ് പൗഡറും കൂടി ഇട്ടിട്ട് ഞാൻ കുറച്ച് തീ അധികം കൂട്ടി വെച്ച്, മുന്നേ ഞാൻ നല്ല കുറച്ചിട്ടാണ് തീ വെച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം കൂടി ഉണ്ടായിരുന്നു. പിന്നെ അത് കുറച്ച് കട്ടി പോലെ ഉണ്ടായിരുന്നു. മീൻസ് ആട്ടയാണല്ലോ ഇട്ടേക്കുന്നത്.
പിന്നെ ഞാനിങ്ങനെ തീയൊക്കെ കൂട്ടി വെച്ചിട്ട് അങ്ങനെ ചുട്ട് കഴിഞ്ഞപ്പോൾ നല്ല സോഫ്റ്റായിട്ട് നല്ല പൊങ്ങി നല്ല രീതി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലൂക്കിന് അത് കൊടുത്തു. അവൻ ഇച്ചിരി ഹണിയൊക്കെ കൂട്ടി കഴിക്കുന്നത് ഇഷ്ടമാണ്. അല്ലെങ്കിൽ ചോക്ലേറ്റിൻ്റെ പീനട്ട് ബട്ടറുണ്ട്, ചോക്ലേറ്റിൻ്റെ പീനട്ട് ബട്ടറുണ്ട്, അതിഷ്ടമാണ് കേട്ടോ. അതും ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. അതിൽ ഷുഗറൊന്നുമില്ലേ, നല്ല സാധനമാണ്. അപ്പം അത് വെച്ച് കൊടുത്താൽ അതിഷ്ടമാണ്. അങ്ങനെ ഞാൻ പാൻ കേക്ക് അവന് കട്ടൊക്കെ ചെയ്ത് കൊടുത്ത് കുറച്ച് ഹാനിയൊക്കെ മേളിൽ ഒഴിച്ച് കൊടുത്തു. അപ്പോഴത്തേക്കും ഇസുവിന് അത് വേണം. ഇസ് കഴിക്കില്ല, എന്നാലും വേണം, ചേട്ടൻ കഴിക്കുന്ന കണ്ടപ്പോഴത്തേക്കും അവൾക്കും വേണം. അങ്ങനെ അതെല്ലാം കൊടുത്ത് ഇസുവിനും ഫുഡ് കൊടുത്ത് ഞാനും ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം ഇങ്ങനെ റെസ്റ്റ് എടുത്തു. നമ്മളൊരു കാര്യം ഇങ്ങനെ എനിക്ക് മുന്നേ ഒക്കെ എന്താ വെച്ചാൽ കാര്യം ചെയ്ത് കഴിഞ്ഞ് ഇപ്പോൾ നമ്മളൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാൽ അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത കാര്യം ചെയ്യുള്ളൂ. പക്ഷേ ഇപ്പം അങ്ങനെയല്ല, എന്തെങ്കിലും കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും വേറെ എന്തെങ്കിലും പഠിക്കും. പിള്ളേരുള്ളതുകൊണ്ട് അറിയാമല്ലോ, നമ്മളെന്തെങ്കിലും ചെയ്യുമ്പോൾ അടുത്ത എന്തെങ്കിലും പണിക്കായിട്ട് പിള്ളേർ വിളിക്കും. അതുകൊണ്ട് എൻ്റെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ മുറിഞ്ഞാണ് പോകുന്നത്. ചിലപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം പിന്നെ വിട്ടുപോകും. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. മറവി ഇപ്പം വളരെയധികം കൂടുതലാണ്. അപ്പം ഞാൻ എന്താ പറഞ്ഞിട്ടുണ്ടെന്നേ, അങ്ങനെ ചെയ്ത കാര്യങ്ങളിങ്ങനെ വിട്ടുപോകും. അപ്പം ഞാൻ അവിടെ കംപ്ലീറ്റ് ചെയ്തിട്ട് ബാക്കി എനിക്കൊരു സ്പേസ് ഉണ്ടായിരുന്നു ഡൈനിങ് ടേബിളിൻ്റെ സൈഡിൽ ബാക്കിലുള്ള ഒരു ക്രോക്കറി ഏരിയ, അവിടെയും അത്യാവശ്യം ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി ഇരുന്നതാണ്. അപ്പോഴത്തേക്കും വേറെ ഫുഡെല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ആ കാര്യം വിട്ടുപോയി. അപ്പോൾ പിന്നെ തുണി വാഷിങ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിപ്പോൾ അത് വിരിച്ചിട്ടാൻ പോകുമ്പോഴാണ് ഓർമ്മ വന്നത്, അയ്യോ അവിടെ ക്ലീൻ ചെയ്തില്ലല്ലോ. അപ്പോൾ ഏതായാലും തുണിയൊക്കെ വിരിച്ചിട്ടിട്ട് വരാമെന്ന് വെച്ചു. അപ്പോഴാണ് ഇസുക്കുട്ടി നടന്നു വന്നത് കേട്ടോ. അവൾക്ക് നടക്കാൻ മടിയാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ 2 ദിവസമായിട്ട് അവൾ മെല്ലെ നടക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഇന്ന് അത്യാവശ്യം നടന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാനത് ആഡ് ചെയ്യാം കേട്ടോ, അവൾ നടന്നതിൻ്റെ വീഡിയോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിപ്പോയി. കാരണം കുറേ ആയി അവളോട് പറയും നടക്കുക. നാലും അവൾ മടിയാണ് കണ്ട് ഇതുപോലെ ഇങ്ങനെ നടക്കും, അവിടെ ഇരിക്കും. ഇന്നലെയും ഇന്നൊക്കെ ആയിട്ട് അത്യാവശ്യം നടന്നേ. ഇപ്പം നടക്കാഞ്ഞിട്ടാണ്. ഇപ്പം നടന്ന് തുടങ്ങി കഴിയുമ്പോൾ അറിയാം അടുത്ത കുസൃതികൾ ഏത് വഴിക്കൊക്കെയാണ്. ഇവിടെ ഉണ്ടല്ലോ, ഇപ്പോൾ 3-4 ദിവസമായിട്ട് രാവിലെ തൊട്ട് നല്ല വെയിലായിരിക്കും. ഉച്ച കഴിയുമ്പോഴത്തേക്ക് നല്ല ഇടിയും മിന്നലൊക്കെ ആയിട്ട് നല്ല മഴ പെയ്യും. അതുകൊണ്ട് നമ്മളെ ബാക്കിൽ പണിയൊന്നും അത്ര ശരിയാവുന്നില്ല. നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയാണ് മഴയുടെ കാര്യത്തിൽ? ഉച്ച കഴിയുമ്പോഴത്തേക്ക് നല്ല ഇടിയും മിന്നലും നമുക്ക് പേടിയാവും, ഭയങ്കര സൗണ്ട്. എനിക്ക് അത്ര പേടിയില്ലാത്തതാണ്, പക്ഷേ ഈ ചില മിന്നൽ വരുമ്പോഴത്തേക്കും പേടിയാവും. ഇടി അത്ര കുഴപ്പമില്ല, ഭയങ്കര മിന്നൽ അത് കാണുമ്പോൾ തന്നെ പേടിയാവും. നമ്മളങ്ങനെ മനസ്സിലെങ്കിൽ ചിന്തിച്ചൊക്കെ അയ്യോ കത്തിക്കരിച്ച് പോവുമോ, അങ്ങനത്തെ കാണുമ്പോൾ പേടിയാവും കേട്ടോ. ഇവിടെ കേട്ടോ നമ്മൾ ഒരു സ്റ്റോർ റൂം പോലെ എടുത്തിട്ടുള്ളത്, നമ്മുടെ തൊട്ടിപ്പുറം ഡോറുള്ളതുണ്ടല്ലോ, അതൊരു മുന്നേ എടുത്തിട്ടുള്ളൊരു ബാത്റൂമാണ്. അപ്പോൾ അത് യൂസിങ് ഒന്നും അല്ലായിരുന്നു, ചുമ്മാ എടുത്തിട്ട്. അപ്പോൾ അത് തേച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അതിന് തൊട്ടിപ്പുറമായിട്ട് ചെറിയ സ്റ്റോർ റൂം പോലെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വാട്ടർ പ്രൂഫിങ്ങിൻ്റെ വർക്കൊക്കെ ചെയ്യുന്നുണ്ട് പപ്പ. അപ്പോൾ അതിന് ഒരുപാട് സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ആ ബാത്റൂമിൽ വെച്ചുകൊണ്ടിരുന്നത്, അത് യൂസ് ചെയ്യുന്നില്ലല്ലോ. പിന്നെ നമുക്കൊരു പട്ടിക്കൂടുണ്ട്, നമ്മുടെ ഒരു പട്ടിയൊക്കെ ഉണ്ടായിരുന്നു മുന്നേ. അപ്പോൾ അതിൻ്റെ കൂട്ടിലൊക്കെയാണ് വെച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിനെല്ലാം കൂടെ നന്നായിട്ടൊരു സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു സ്റ്റോർ റൂം പണിയുന്ന കേട്ടോ അവിടെ. പിന്നെ ഇവിടെ നല്ല കാറ്റാണ്, രാവിലെ നല്ല കാറ്റ്. ഇവിടെ ഫുൾ ടൈം നല്ല കാറ്റുണ്ടാവും. അപ്പോൾ നല്ല കാറ്റൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ നല്ല വെയിലൊക്കെ ആണെങ്കിലും കാറ്റുള്ളതുകൊണ്ട് അത്ര ചൂടൊന്നും അറിയത്തില്ല. അങ്ങനത്തെ ഒരു ഗുണമുണ്ട് കേട്ടോ. പക്ഷെ ജോയിൻ്റെ അടുത്താണെങ്കിൽ നല്ല ചൂടായിരിക്കും. കാറ്റെന്ന് പറയുന്ന സാധനം ആ ഏരിയയിലില്ല. അതെന്താണെന്ന് മനസ്സിലാവും. നല്ല മരമൊക്കെ ഉണ്ട്, പക്ഷെ കാറ്റെന്ന് പറഞ്ഞൊരു സംഗതി ആ ഏരിയയിലില്ല, കാണാൻ പറ്റില്ല. അഥവാ കാറ്റ് വരെ ഭയങ്കര കാറ്റുണ്ടല്ലോ, ഈ മഴയൊക്കെ ഉള്ള സമയത്തുള്ള കാറ്റുണ്ടല്ലോ, ഒരുമാതിരി ചുഴലിക്കാറ്റ് പോലത്തെ കാറ്റ്, അങ്ങനത്തെ കാറ്റ് ഉണ്ടാവുക. അല്ല നോർമലായിട്ടൊരു കാറ്റ് ആ ഭാഗത്തേക്ക് അങ്ങനെ ഉണ്ടാവലേ ഇല്ല. അത് ഭയങ്കര പ്രശ്നമാണ്. ഞാനിവിടെ നല്ല കാറ്റൊക്കെ ഉള്ള സ്ഥലത്തുനിന്ന് പോയിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് കാറ്റൊന്നും ഇല്ലാത്ത എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു സത്യം പറഞ്ഞാൽ. ഇങ്ങനെ ഒരുമാതിരി മനോവിഷമമായിരുന്നു. നല്ല എപ്പോഴും ഇവിടെ ആണെങ്കിൽ എപ്പോഴും കാറ്റ്, അവിടെ ചെന്നിട്ട് കാറ്റേ ഇല്ല, ഒരുമാതിരി അവസ്ഥ. എനിക്കാണെങ്കിൽ ഇങ്ങനെ കാറ്റും സൺലൈറ്റും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ അത് രണ്ടും ഉണ്ട്. അവിടെ ചെന്നിട്ടാകുമ്പോൾ അത് ഇച്ചിരി ക്ഷാമമാണ്. സൺലൈറ്റൊക്കെ വരുന്നത് അവിടെ വെച്ചാൽ രാവിലെ വരും. എനിക്കിങ്ങനെ റൂമിനകത്തേക്ക് അല്ലെങ്കിൽ നമ്മുടെ വീടിനകത്തേക്കൊക്കെ ഇങ്ങനെ സൺലൈറ്റൊക്കെ വരുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അവിടെ അത് ഭയങ്കര കുറവാണ്. റൂമിൽ വരും കേട്ടോ എൻ്റെ, അതായത് പടിഞ്ഞാറ് ഭാഗത്താണ് അവിടെയുള്ള എൻ്റെ റൂം.
അപ്പോൾ റൂമിലേക്ക് സൺസെറ്റിൻ്റെ സമയത്ത് കുറച്ച് ലൈറ്റ് ഇങ്ങനെ വരും, നല്ല ഓറഞ്ച് ലൈറ്റ്, അത് നല്ല രസമുണ്ട്. അപ്പം സൺറൈസിൻ്റെ അങ്ങനെ വരില്ല, അത് കിച്ചണിലേക്കാണ് കൂടുതൽ വരുന്നത്. അപ്പോൾ ഒരു കിച്ചണിൽ രാവിലെ പോയിട്ട് അങ്ങനെ ഫോട്ടോ എടുക്കാനൊന്നും പറ്റില്ലല്ലോ. അവിടെ ആയതുകൊണ്ട് ചെറിയൊരു മടിയൊക്കെ, അങ്ങനെ അറിയില്ല ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നത് വീഡിയോ എടുക്കുന്നതൊന്നും അവർക്ക് അങ്ങനെ അറിയില്ല. അതുകൊണ്ട് ചെറിയൊരു മടിയുണ്ട്. ഞാൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കാണിക്കുന്നതൊക്കെ കാണാം, ഇങ്ങനെ ട്രൈപോഡൊക്കെ എടുത്തിട്ട് പോകുമ്പോൾ അതെന്താണെന്നൊക്കെ ചോദിക്കും. കൂടുതൽ അറിയത്തില്ല, അതുകൊണ്ട് എനിക്ക് ഭയങ്കര മടിയാണ്. ഇനിയിപ്പോൾ പോകുമ്പോൾ എങ്ങനെയാണ് വീഡിയോ ഒക്കെ എടുക്കുന്നത് എന്നൊരു മടിയുണ്ട്. സപ്പോർട്ടില്ലായിരിക്കൊന്നുമില്ല കേട്ടോ, പറഞ്ഞാൽ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, എന്നാലും ഒരു മടി ഉണ്ടാവില്ല. എന്തായിരിക്കും വിചാരിക്കുക, അങ്ങനെ കൂടുതൽ അങ്ങനത്തെ ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ അറിയത്തില്ല കേട്ടോ അവർക്ക്, അതുകൊണ്ട് മെയിൻ കാര്യം. അല്ലാണ്ട് കുഴപ്പമൊന്നുമില്ല. അതിന് പോയി ഇങ്ങനെ ഒന്ന് പറഞ്ഞൊക്കെ നോക്കണം, ഒന്നും പറയുന്നില്ല കേട്ടോ. പിന്നെ ഒരു മടി ഉണ്ടാവില്ലേ, നമ്മളെ വീട്ടിലേക്കുമ്പോൾ ഭയങ്കര ഫ്രീ ആയിട്ട് അങ്ങനെ ഒരു മൈൻഡല്ലേ. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴത്തേക്കും ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്കും പറയുമ്പോഴത്തേക്കും എങ്ങനെയാണെങ്കിലും ചെറിയൊരു മടി, അത്രേ ഉള്ളൂ കേട്ടോ. അങ്ങനെ കഥ പറഞ്ഞ കാര്യം വിട്ടു. ഈ ഏരിയ കേട്ടോ ഞാൻ പറഞ്ഞത്, ക്രോക്കറി യൂണിറ്റ്. ഇവിടെ ഇല്ലാത്ത സാധനം ഒന്നുമില്ല. നമ്മുടെ ഓരോ റൂമിലും ഒരു ചെയർ ഉണ്ടാവുമല്ലോ, എല്ലാ തുണിയും കൂടെ വെക്കാനായിട്ട്, അല്ലെങ്കിൽ എല്ലാ സാധനം വെക്കാനൊരു ചെയർ ഉണ്ടാവുമല്ലോ, അതുപോലത്തെ ഒരു ഏരിയയാണ് ആ ക്രോക്കറി യൂണിറ്റിൻ്റെ ആ ഒരു സ്പേസ്. എല്ലാ സാധനവും അവിടെ ഉണ്ടാവും. കഴിഞ്ഞ ദിവസം ഞാനൊന്ന് ക്ലീൻ ചെയ്തുകൊണ്ടാണ് ഇത്ര സാധനം മാത്രമേ അവിടെ ഉള്ളൂ. അല്ലെങ്കിൽ എല്ലാ സാധനവും ഉണ്ടോ, കൊട, മറ്റേ ഗുളികകൾ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ആയിട്ട് ഇഷ്ടം പോലെ ആ സാധനം അവിടെ ഉണ്ടാവും. എന്തുണ്ടെങ്കിലും അവിടെ പോയി തപ്പിയാൽ കിട്ടും. അങ്ങനത്തെ ഒരു സ്ഥലമാണത്. അപ്പോൾ അവിടെ അത്യാവശ്യം ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു, കറയൊക്കെ പിടിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മറ്റേ സിഫ് അല്ലെങ്കിൽ ജിഫ് എന്തോ ഒരു സാധനം അത് വെച്ച് ഞാൻ അവിടെ എല്ലാം ക്ലീൻ ചെയ്തു. അപ്പോൾ എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് മടുത്തു. അതുകൊണ്ട് ഇന്നത്തെ ഡീപ്പ് ക്ലീനിങ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ അപ്പുറത്തെ വീട്ടിൽ നിന്ന് കുറച്ച് മാങ്ങ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് മെല്ലെ കഴിച്ചിരിക്കാമെന്ന് ഓർത്തു. അത്യാവശ്യം മടുത്തു എന്ന് പറഞ്ഞാൽ നല്ല തല കറങ്ങാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പം അങ്ങനെ കുറച്ച് എന്തെങ്കിലും കാര്യം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് തലയൊക്കെ കറങ്ങാൻ തുടങ്ങും, എന്താ അറിയില്ല. 2 ദിവസമായിട്ട് ഇങ്ങനെ തലവേദനയും, കാലാവസ്ഥയുടെ ആയിരിക്കും ചിലപ്പോൾ. എനിക്ക് പുറത്തോട്ടൊക്കെ ഇറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ട്. പുറത്തേക്കൊക്കെ ഇറങ്ങിയാൽ ഇത്തിരി വെയിൽ കൊണ്ട് കഴിയുമ്പോഴത്തേക്കും ഭയങ്കര തലവേദന പ്രശ്നമൊക്കെ. അങ്ങനെ 2 പേർക്ക് മാങ്ങയൊക്കെ കട്ട് ചെയ്ത് കൊടുത്തു. അപ്പം ഞാൻ മാങ്ങ കഴിച്ചുകൊണ്ടിരിക്കുക, അപ്പോൾ ലൂക്കായ്ക്ക് അത് വേണം, അപ്പം ഞാൻ കൊടുക്കില്ല. ഞാൻ പറയും തല്ലേ, നിനക്ക് തന്നതല്ലേ, തരത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ മമ്മി ഓടുന്നു, എന്താ എന്തൊരു അമ്മയാണ്, മോൻ ചോദിക്കുമ്പോൾ കൊടുക്കത്തില്ലേ, അങ്ങനെ ഇങ്ങനെ. അപ്പം ഞാൻ പറയായിരുന്നു ഞങ്ങളൊക്കെ 90s അമ്മമാരാണ്, അങ്ങനെ നിങ്ങളെപ്പോലത്തെ അമ്മമാരൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പം അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. എൻ്റെ ഒരു കുഞ്ഞു വ്ളോഗാണ്, എൻ്റെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ട് നിങ്ങളൊക്കെ പങ്കുവയ്ക്കുന്നു. അപ്പം സപ്പോർട്ട് ചെയ്യുക. ഇനിയിപ്പോൾ അടുത്ത വ്ളോഗിൽ കാണാം കേട്ടോ. ബൈ.